അരവിന്ദ് എവിടെ? അരവിന്ദിന് വേറൊരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്. ഓ. അവരെ കാത്തു നിർത്തുന്നത് ശരിയല്ലാന്ന് കരുതി അരവിന്ദ് അവരെ കാണാൻ വേണ്ടി പോയി. ഓക്കെ, എന്നാ അരവിന്ദ് ഇല്ലാതെ നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. യു ബ്രീഫ് ഹിം ലേറ്റർ. ഓക്കെ സർ. സർ. യെസ്, കം ഇൻ. ആ, രണ്ടുപേരും ഇരിക്കും. താങ്ക് യു സർ. അദ്ദേഹം ചുമ്മാ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു കരുതി നീ ചാടിക്കയറി ഞങ്ങളുടെ ഒപ്പം വന്നിരിക്കോ? നീ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ആളായ കരുണാകരൻ, ഇവന്മാരൊന്നും അങ്ങനെ തലേ കയറ്റി വയ്ക്കില്ലേ സാറേ. അവരെ തലേ കയറി നിരങ്ങും. ഓരോരുത്തരെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിലേ അങ്ങനെയൊക്കെ സംഭവിക്കും. അവർക്ക് മാനുഷിക പരിഗണന കൊടുത്താൽ എന്താ പ്രശ്നം? പ്രിയനും മോഹനും നിങ്ങളെപ്പോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫ്സാണ്. ഞാനും ഇവരും ഒരുപോലെയാണെന്നാണ് സാറ് പറയണേ? എന്റെ കണ്ണിൽ അങ്ങനെ തന്നെയാ. ഒരു ചെയറിന് വേണ്ടി ഇത്രയും വഴക്ക് കൂടേണ്ട കാര്യമില്ല. കുറച്ചു നേരത്തേക്ക് താൻ തന്റെ ഈഗോ ഒന്ന് മാറ്റിവെക്കും. നിങ്ങൾ ഇരിക്കേ. ഓക്കെ, നമുക്ക് വളരെ വലിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് ഇനിയും ഒരുപാട് വളരാനാണ് പോകുന്നത്. ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നമ്മുടെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ ഓർഡർ നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി സർ. ഇനി ഈ കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗാർമെന്റ്സ് കമ്പനികളിൽ ഒന്നാവും പോവാ. ഈ ഓർഡേഴ്സ് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. സാറ് പറഞ്ഞ പോലെ ജോലി നടക്കണമെങ്കിൽ ഈ പ്രിയനെ മോഹനെ കൊണ്ടൊന്നും നടക്കില്ല. നല്ല പണി അറിയാവുന്ന രണ്ടാളെ കിട്ടിയാൽ മതി. ഈ ഓർഡർ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാൻ കരുണാകരൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കരുണാകരൻ പറഞ്ഞ പോലെ ജോലിക്ക് വേണമെങ്കിൽ വേറെ ആളെ വെച്ചോളൂ. പക്ഷേ അവരും പ്രിയന്റെ കീഴിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഈ ജോലി കൃത്യമായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരേ ഒരാള് പ്രിയനാണ്. പ്രിയന് ഇങ്ങനെയുള്ള ഓർഡേഴ്സ് തീർത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. സാറ് പറഞ്ഞതാണ് ശരി. പ്രിയൻ, നിന്നെ കൊണ്ട് ഈ ഓർഡർ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് ആ വിശ്വാസമുണ്ടോ? സാർ എന്റെ മീതെ വെച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഗുഡ്, അത് മതി. ഇതിനെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങളെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഓക്കെ, പ്രിയൻ വെയിറ്റ് ചെയ്യ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ വരാം, നീ ചെല്ല. ശരി. എന്താ സർ? പാർവതിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വെറുതെ പ്രിയനെ കുറെ വഴക്ക് പറഞ്ഞു. പ്രിയൻ പാർവതിയുടെ കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ അതെല്ലാം തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഐ എം സോറി. പ്രിയനൊന്നും തോന്നരുത്. എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാറിന് ഞങ്ങൾ രണ്ടുപേരോടുള്ള കരുതൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. സാറ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ബോസ് മാത്രമല്ല, ഞങ്ങളുടെ ബ്രദറിന്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. സാറിന് ഞങ്ങളെ വഴക്ക് പറയാനും ശകാരിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട്. പാർവതിയെ ഫ്രണ്ട്സിന്റെ കൂടെ ഇന്നലെ റിസോർട്ടിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. സാറ് എവിടെ വെച്ച് അവരെ കണ്ടെന്ന് പറഞ്ഞ? നമ്മുടെ സിൽവർ ജൂബിലി ഫംഗ്ഷൻ നടന്ന റിസോർട്ടിൽ വെച്ച്. എന്തിനാ അവിടെ വന്നെന്ന് ചോദിച്ചപ്പോ മീരയുടെ ഓഫീസിലെ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി
ആ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതെന്നാ പറഞ്ഞത്. അവര് ജെനീഫറിന്റെ ആവശ്യത്തിന് പോവാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ അവരെന്തിനാ റിസോർട്ടിലേക്ക് പോയത്? എന്തുപറ്റി പ്രിയൻ? ഒന്നുമില്ല സർ. ഹോസ്റ്റലിൽ തന്നെ ചുരുണ്ടുകൂടി കിടക്കണ്ടെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. ഗുഡ്. ഞാനും പാർവതിയോട് ഹെൽത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയനും ഇതുപോലെ തന്നെ പാർവതിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യെസ് സർ. ഞാൻ പോട്ടെ സർ. ഷുവർ. എന്തുകൊണ്ടും പ്രിയൻ തന്നെയാ പാർവതിക്ക് പറ്റിയ പാർട്ണർ. നീ ഇങ്ങനെ ധൈര്യം കൈവിടരുത്. ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പോലും വല്ലാത്ത നിരാശ തോന്നുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇവൾക്ക് അതിക്രമം സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ എന്തെങ്കിലും തെളിവുണ്ടായിരിക്കുമെന്ന ഞാൻ അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ തെറ്റായിരുന്നില്ല. അവിടെ അന്ന് നടന്നത് എന്താണെന്നുള്ളതിന്റെ തെളിവ് അവിടെ ഉണ്ടായിരുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്നിട്ട് തെളിവ് ഇവിടെ? CCTV ഫൂട്ടേജ് എല്ലാം ഡിലീറ്റ് ആയി പോയെന്നല്ലേ ആ മാനേജർ പറഞ്ഞത്? അത് പറഞ്ഞപ്പോ ഞാൻ അയാളുടെ മുഖം ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ കരയുന്നത് കണ്ടപ്പോ അയാൾക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാ അയാള് നമ്മളിൽ നിന്നും എന്തൊക്കെയോ സത്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. അയാൾ എന്തിനു നിന്നിൽ നിന്ന് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മറക്കുന്നേ? നിനക്ക് സംഭവിച്ച അതിക്രമത്തിൽ അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാളെ നീ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാൾ എന്തിനാണ് നുണ പറഞ്ഞതെന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ നമുക്ക് വേണ്ട തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാ. നമ്മൾ പെൺകുട്ടികൾ മാത്രം ചെന്ന് ചോദിച്ചതുകൊണ്ട് അയാൾ പറ്റിച്ചതായിരിക്കോ? ഇതുകൊണ്ടാണ് ഞാൻ പ്രിയനെയും കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞത്. ആണൊരുത്തൻ കൂടെ ഉണ്ടെങ്കിൽ ഇവന്മാരൊക്കെ അടങ്ങി നിൽക്കും. അപ്പൊ നിനക്ക് പ്രിയനെ ഒന്നും അറിയിക്കണ്ടെന്നുള്ള വാശിയായിരുന്നു. പ്രിയന്റെ അടുത്തുനിന്ന് സഹായം ചോദിക്കാനും പറ്റില്ല, കൈലാഷ് സാറിനൊന്നും അറിയിക്കാനും പറ്റില്ല. പിന്നെ എങ്ങനെയാ നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കിട്ടുക? നിന്നോട് ഈ തെറ്റ് ചെയ്ത ദുഷ്ടനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അന്ന് നടന്നത് എന്താണെന്ന് വെളിപ്പെടുത്തുന്ന തെളിവുകൾ കണ്ടുപിടിക്കണം. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനെ എനിക്ക് തിരഞ്ഞു പിടിച്ച് പകരം ചോദിക്കണം.